ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹീതരെ, സന്തോഷത്തോടെ ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുവാൻ സ്വർഗമൊരുക്കുന്ന അനുഗ്രഹീത സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ വാഴ്ത്തുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇരുന്ന് പ്രാപിച്ച ദൈവത്തിൻ്റെ വചനം ആവലോടെ കേൾക്കാൻ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തിന് സ്വർഗസ്ഥനായ ദൈവം സ്വർഗത്തിൽ നിന്ന് അളവില്ലാത്ത വിധം അനുഗ്രഹങ്ങളെ നിങ്ങളുടെ മേൽ പകരട്ടെ. ഈ ഓഗസ്റ്റ് മാസത്തിൽ കേൾക്കുന്ന ദൂതുകളെല്ലാം അന്വർത്ഥമായി ഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തീയ വന്ദനമറിയിക്കുന്നു. ഒപ്പം ദൈവത്തിൻ്റെ വചനം തന്നും അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആത്മീക മർമ്മങ്ങളെ വേദപുസ്തകത്തിൻ്റെ വചനവ്യാഖ്യാനത്തിലൂടെ ദൈവമക്കളുടെ അടുക്കലെത്തിക്കാൻ വൻ കൃപയാൽ എന്നെ ഇന്നയോളം നിർത്തിയ മഹാദൈവത്തിന് ഇന്നും സന്തോഷത്തോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും എല്ലാം കരയറ്റിക്കൊണ്ട് ദൈവവചന ചിന്തയിലേക്ക് പ്രവേശിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇന്ന് നാം വായിച്ച് ദൈവവചന ധ്യാനത്തിന് വേണ്ടി ഒരുങ്ങുന്നത് വിശുദ്ധ ലൂക്കോസിലെ 2 വാക്യങ്ങൾ വായിച്ചുകൊണ്ടാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 19 അധ്യായം 4-5 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 19 അധ്യായം 4-5 വാക്യങ്ങൾ. എന്നാറേ അവൻ മുന്നോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. കർത്താവ് ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. 2 വാചകങ്ങൾ ആ വാക്യത്തിൽ നിന്ന് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തേത്, യേശു ആ വഴിയായി വരികയായിരുന്നു. 2, കർത്താവ് ആ സ്ഥലത്തെത്തിയപ്പോൾ. ആ വഴിയും ആ സ്ഥലവും. ഒന്നോടെ പറയുന്നു, ആ വഴിയും ആ സ്ഥലവും. സക്കായിയെക്കുറിച്ച് നമ്മൾ സൺഡേ സ്കൂൾ മുതൽ കേട്ടിട്ടുള്ളത് കൊണ്ട് ഈ ഭാഗങ്ങളൊക്കെ വളരെ വളരെ പരിചിതമാണെന്നറിയാം. എങ്കിലും വേദപുസ്തകത്തിൻ്റെ പ്രത്യേകത പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതുപോലെ ഇതിനകത്തടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഓരോ പ്രാവശ്യം വായിക്കുന്തോറും ഉറവ വെള്ളം പോലെ പുതുതായി തരുവാൻ നമ്മുടെ കർത്താവിന് കഴിവും വിശ്വസ്തതയുള്ളതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് ഈ ഭാഗം വായിച്ച് ദൈവമക്കൾക്കുള്ള ദൂതായി കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ എന്നെ ബോധിപ്പിച്ച 1-2 കാര്യങ്ങൾ ഈ വാചകത്തിലൂടെ, ഈ വാക്യത്തിലൂടെ നിങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സക്കായിയുടെ ഹൃദയത്തിനകത്ത് യേശുവിനെ കാണണമെന്ന് വല്ലാത്തൊരാഗ്രഹം. ആഗ്രഹത്തെ അദ്ദേഹം ആഗ്രഹത്തിൽ ഒതുക്കാതെ, ഞാൻ ആ പറഞ്ഞ വാക്കൊന്നോടെ കേട്ടെ, ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട്. കർത്താവിനെ ആത്മാവിൽ ആരാധിക്കണം, പരിശുദ്ധാത്മാവിൽ നിറയണം, അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം, കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം, സ്വർഗത്തിൽ പോകണം, ദൈവത്തെ അനുസരിക്കണം, ദൈവിക ശുശ്രൂഷ ചെയ്യണം. ഇതൊക്കെ ഭയങ്കര ആഗ്രഹങ്ങളാണ്. നിർഭാഗ്യവശാൽ ഒരുപാട് ആഗ്രഹങ്ങളെ നമ്മളീ പലരും ആഗ്രഹങ്ങളുടെ തടവറയിൽ തന്നെ ഒതുക്കിയിട്ടിരിക്കുമ്പോൾ സക്കായി ചെയ്തൊരു കാര്യം ഞാൻ പറയാം. ആഗ്രഹത്തെ അന്വർത്ഥമാക്കാൻ, അനുഭവമാക്കാൻ വേണ്ടി മുന്നോട്ട് ഓടിയെന്ന്, ശ്രമിച്ചു എന്ന് ചില വാക്കുകളൊക്കെ അവിടെ ഞാൻ കണ്ടു. ഞാൻ ആ ഭാഗത്ത് വിസ്തരിക്കാൻ നിൽക്കുന്നില്ല. എങ്കിലും നിങ്ങൾ ഓർപ്പിക്കുക, ആത്മീകമായിരിക്കുന്ന ആഗ്രഹങ്ങൾ സഫലമാക്കി തരുവാൻ ദൈവം വിശ്വസ്തരാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിലൂടെ ഒരു നന്മയുണ്ടാകണം, ദൈവത്തിലൂടെ ഒരു അനുഗ്രഹം ഉണ്ടാകണം, ദൈവത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെടണം, ദൈവത്താൽ ഞാൻ സ്വതന്ത്രനാകണം, ദൈവത്താൽ ഞാൻ വിടുതൽ അനുഭവിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആഗ്രഹത്തിൽ നിൽക്കാതെ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് ഓടാൻ തുടങ്ങൂ. സർവശക്തൻ അതിൻ്റെ വഴിയും മുഖാന്തരമൊക്കെ ഒരുക്കിത്തരും. അങ്ങനെ സക്കായി ഓടി ഒരു കാട്ടത്തിമേൽ കയറിയിരുന്നു എന്നാണല്ലോ അവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ആ അത്തിമേൽ കയറി ഇരിക്കും യേശു എങ്ങനെയുള്ളവെന്ന് കാണാൻ വേണ്ടി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ വായിച്ച വാക്യത്തിലെ പ്രധാനപ്പെട്ട ഭാഗം, യേശു ആ വഴി വരികയായിരുന്നു. യേശു ആ വഴി വരികയായിരുന്നു. ഞാനൊരു കാര്യം പറയാം, സക്കായിയുടെ വഴി എന്ന് ഞാൻ പേരിട്ടോട്ടെ. ആ വഴി എന്ന് പറയുമ്പോൾ അന്നേരം സക്കായി വെട്ടിയുണ്ടാക്കിയ വഴിയൊന്നുമല്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇന്നത്തെ ദൂതിന് വേണ്ടി ഞാൻ ഇടുകയാണ്. ഈ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ആഗ്രഹവുമായി ഒരു മരത്തിൽ കയറിയിരിക്കുമ്പോൾ യേശു ആ വഴിയായി വരികയായിരുന്നു. എൻ്റെ ദൂതിൻ്റെ 1-ാമത്തെ ഭാഗം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ മാസം ആരംഭ ദിവസങ്ങളാണല്ലോ ഇത്. ഈ ഓഗസ്റ്റ് മാസത്തിൽ ഒന്ന് അതിര് കടന്ന് വിശ്വസിച്ചേ, എൻ്റെ വഴിയിലൂടെ എൻ്റെ കർത്താവ് വരും. ഞാനിരിക്കുന്ന വഴിയിലൂടെ
ഞാൻ തകർന്നിരിക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ ഈ മേഖലയിലൂടെ, ഞാൻ ഒതുങ്ങിപ്പോയ ഈ വഴിയിലൂടെ, ഞാൻ ദൈവമേ അമർന്നിരിക്കുന്ന ഈ വഴിയിലൂടെ, എൻ്റെ പരിമിതികൾ, എൻ്റെ ഇല്ലായ്മകൾ, എൻ്റെ കുറവുകൾ, എൻ്റെ പോരായ്മകൾ ഇതെല്ലാം കൂടി എന്നെ ഒതുക്കിക്കളഞ്ഞ് ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി അള്ളിപ്പിടിച്ച് കയറിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഞാൻ കാട്ടത്തീയല്ല കാണുന്നത്. ഓരോരുത്തരുടെയും ജീവസന്ധാരണത്തിനും, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ പോലും പഠിച്ച് ജയിച്ചൊരു കരപറ്റാൻ ആഗ്രഹിച്ച് ദൈവിക നന്മയുടെ ഉറവിടമായി നിൽക്കുന്ന കർത്താവിൻ്റെ തിരുമുമ്പിൽ എവിടെയെങ്കിലും ഒന്ന് കയറിപ്പിടിച്ച് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരെന്നെ കേൾക്കുന്നവരുണ്ടെന്നറിയാം. പ്രിയപ്പെട്ടവരെ, ഞാൻ ദൈവാത്മാവിൽ പറയാം, നീ കാത്തിരിക്കുന്ന വഴിയിലൂടെ ഈ മാസം എൻ്റെ കർത്താവ് വരുമെന്ന് ഞാൻ പറഞ്ഞാൽ, എൻ്റെ ശബ്ദമാണ് നിങ്ങളുടെ കാതിൽ കേൾക്കുന്നതെങ്കിലും അതൊരു ദൈവീക ദൂതായി, ഒരു പ്രവചന ദൂതായി, ഒരു നിറവേറ്റപ്പെടേണ്ട ദൈവാലോചനയായി നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ? ഇരിക്കുന്ന സ്ഥലത്ത്, പുറത്തു പോകാൻ പറ്റാതെ ഒതുക്കപ്പെട്ട സ്ഥാനത്ത്, നിങ്ങൾ അടയ്ക്കപ്പെട്ടിരിക്കുന്ന സ്ഥാനത്ത്, നിങ്ങൾ പ്രതീക്ഷിച്ചിട്ട് പ്രതീക്ഷയുടെ തിരുനാളങ്ങൾ കെട്ടുപോകുകയാണോ? എന്നെ പറ്റിച്ചതാണോ? എന്നെ കളിപ്പിച്ചതാണോ? ഞാനിനിയും കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ? എനിക്കിനി മുന്നേറ്റമുണ്ടോ? ഇനിയൊരു മുന്നേറ്റം എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കണോ എന്നൊക്കെ ഓർത്ത് നിങ്ങളെവിടാണോ അള്ളിപ്പിടിച്ചിരിക്കുന്നത്, നിങ്ങളെവിടാണോ തത്തിപ്പിടിച്ചിരിക്കുന്നത്, നിങ്ങളെവിടാണോ ഒതുങ്ങിപ്പിടിച്ചിരിക്കുന്നത്, ആ വഴിയിലൂടെ മശിഹാ തമ്പുരാൻ ആഗതനാകുമെന്ന് പറഞ്ഞാൽ നിങ്ങളതിനെ ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുമോ? നിങ്ങൾ കിടക്കുന്ന, നിങ്ങൾ തകർന്നിരിക്കുന്ന, നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്ന, നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന ആ വഴിയിലൂടെ യേശു വരികയായിരുന്നു. ഞാൻ ആ വാക്ക് ഒന്നോടെ വായിച്ചോട്ടെ. അതെ, അങ്ങനെ തന്നെയാണ്. യേശു ആ വഴിയായി വരികയായിരുന്നു. പ്രിയരെ, നീ ഇരിക്കുന്ന വഴിയിലൂടെ, നീ കിടക്കുന്ന വഴിയിലൂടെ, നീ നൊമ്പരപ്പെട്ടിരിക്കുന്ന വഴിയിലൂടെ, നീ കാത്തിരിക്കുന്ന വഴിയിലൂടെ എൻ്റെ കർത്താവ് വരും. എൻ്റെ കർത്താവ് വരും. പ്രതീക്ഷയോടെ കാത്തിരിക്കുക. നീ ഇരിക്കുന്ന വഴിയിലൂടെ യേശു വരികയായിരുന്നു. ഒന്നാമത്തെ ഭാഗം. 2 തൊട്ട് താഴെ അടുത്ത വാചകം ഇങ്ങനെയാണ്: യേശു ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി. യേശു ആ വഴി വന്നു, അതിലെ കടന്നുപോയി എന്നല്ല. ആ വഴിയിലൂടെ, ഞാനിരുന്ന മരച്ചോട്ടിലൂടെ യേശു മന്ദം മന്ദം നടന്നു നീങ്ങിയെന്നല്ല. ഞാൻ ആഗ്രഹിച്ചതിലപ്പുറം ആ സ്ഥലത്തെത്തിയപ്പോൾ ഞാൻ ആ സ്ഥലത്തിന് ഇങ്ങനെ പേരിടട്ടെ: നീ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലം, നിനക്കിനി മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലം, നീ തോറ്റുപോയി എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലം, നിനക്കൊരുപാട് കുറവുകൾ. അതല്ലേ സക്കായുടെ പ്രശ്നം? പൊക്കത്തിൽ കുറവും, ജന്മനാ ഉള്ള വൈകല്യങ്ങൾ, ഏതൊക്കെയോ പോരായ്മകൾ, എന്തൊക്കെയോ കെടുതികൾ, ഇതെല്ലാം കൂടി കയറി ആകപ്പാടെ കുറവുണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന ആ സ്ഥലത്തെത്തിയപ്പോൾ, ആ പ്രതീക്ഷ മങ്ങിയ സ്ഥലത്തെത്തിയപ്പോൾ അവിടെ പറയപ്പെട്ടിരിക്കുന്നത് യേശു മേലോട്ട് നോക്കി. ഞാൻ ആ വാക്കിനെ കുറച്ചുകൂടെ കേൾവിക്കാർക്ക് സുഗമമായ ചിന്ത പുറത്ത് കിട്ടാൻ വേണ്ടി പറയട്ടെ. മേലോട്ട് നോക്കി എന്നത് ആകാശത്തേക്ക് നോക്കിയെന്നോ, സൂര്യനെ നോക്കിയെന്നോ, അത്തിയിലകളെ നോക്കിയെന്നോ, അത്തിമരത്തെ നോക്കിയെന്നോ അല്ല വിചാരിക്കേണ്ടത്. അല്ലല്ലോ. മേലോട്ട് നോക്കിയെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് സക്കായിയെ നോക്കിയെന്നല്ലേ? ഞാൻ പറയുന്നു, ആ സ്ഥലത്തെത്തിയപ്പോൾ അവൻ സക്കായിയെ നോക്കി. ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറയുകയാണ്, കർത്താവ് ഇതാ ആ എഴുതിയിരിക്കുന്ന വാക്കനുസരിച്ച് ആ വഴിയായി വരികയും ആ സ്ഥലത്തെത്തിയപ്പോൾ യേശു സക്കായിയെ നോക്കി. ഞാൻ ആത്മാവിൽ പറയുന്നു, നിൻ്റെ മേൽ ആ നോട്ടം വീഴുന്നൊരു മാസമാണിത്. നിൻ്റെ മേൽ കർത്താവിൻ്റെ കണ്ണ് പതിയുന്ന മാസമാണിത്. കർത്താവ് ആ വഴി വന്നു പോകുമെന്നല്ല, ആ വഴിയെ വരികയും അവൻ നീ ഇരിക്കുന്നിടത്ത് വന്നപ്പോൾ ആരൊക്കെ ഉണ്ടോ അതല്ല കർത്താവിന് വിഷയം. കർത്താവ് അവൻ ഇരിക്കുന്നിടത്തേക്ക് നോക്കി. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ പറയുന്നു, ഈ ദിവസങ്ങളിൽ നീ ഇരിക്കുന്നിടത്തേക്ക് ആരും എത്തി നോക്കാറില്ലായിരിക്കും. കുറച്ച് നാളായി നീ പാർക്കുന്നിടത്തേക്ക് ആരും വരാറില്ലായിരിക്കും. നീ ഒതുങ്ങിയിരിക്കുന്നിടത്തേക്ക് ആരും നോക്കാറില്ലായിരിക്കും. നിൻ്റെ ഫോണിലേക്ക് ആരും വിളിക്കാനില്ലായിരിക്കും. പക്ഷേ സ്വർഗം എന്നോട് പറയുന്നു, ആ സ്ഥലത്തേക്ക് എത്തി നോക്കുന്നൊരു കർത്താവുണ്ട്. എത്തി നോക്കിയാൽ ബാക്കിയുള്ള കാര്യം ഒരു നീണ്ട പ്രഭാഷണമായി പോകുമോ എന്ന ആശങ്ക കൊണ്ട് ഞാൻ പറയാതെ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കണ്ണ് നിൻ്റെ മേൽ വീണാൽ, നീ ഇരിക്കുന്ന ആ വലിയ ആഗ്രഹത്തിൻ്റെ, ആ വലിയ ചിന്തയുടെ, ആ വലിയ ആത്മഭാരത്തിൻ്റെ, ആ വലിയ പ്രതീക്ഷയുടെ, ആ വലിയ സ്വപ്നത്തിൻ്റെ, നിൻ്റെ പരിശ്രമത്തിൻ്റെ പരമായി നിനക്ക് കയറി പിടിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം വരെ നീ പിടിച്ചിരിക്കുന്നുണ്ടല്ലോ, അവിടേക്ക് സർവശക്തൻ്റെ കണ്ണ് പതിഞ്ഞാൽ
അതിനപ്പുറത്തേക്ക് പിന്നെ ജീവിതത്തിൻ്റെ ഏറ്റവും സുന്ദരവും സുവർണവുമായിരിക്കുന്നൊരു കാലഘട്ടം ഈ സക്കായിക്ക് തുറന്നു കൊടുത്ത കർത്താവ് ഇന്നെന്നോട് പറയാൻ വേണ്ടി നിശ്ചയദാർഢ്യത്തോടെ പറയുന്നു, ഞാൻ ആ വഴി വരുമെന്ന് ചിലരോട് പറയാൻ. ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു എന്നോട് പറഞ്ഞത്, വചനം എന്നോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയുക, പ്രതീക്ഷിച്ച് കാത്തിരിക്കുക. നാം വിശ്വസിക്കുന്ന കർത്താവ് ദേ ആ വഴി വരും, ആ വഴി വരും. ഈ ദിവസങ്ങളിലൊന്നിൽ എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കും. ഇത് രാവിലെ കേൾക്കാൻ കൊള്ളാവുന്ന ഒരു 10 മിനിറ്റ് സന്ദേശം എന്നതിലുപരി ഇതൊരു മുറുകെ പിടിച്ച് ഓഗസ്റ്റ് മാസത്തിൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. ഇന്ന് എൻ്റെ വഴിയിലൂടെ, അടച്ചു പൂട്ടാൻ തുടങ്ങുന്ന എൻ്റെ സ്ഥാപനത്തിലൂടെ, ദൈവമേ വേർപിരിയാൻ തുടങ്ങുന്ന എൻ്റെ ജീവിതത്തിൻ്റെ സങ്കട ദുഃഖത്തിലൂടെ എൻ്റെ കർത്താവ് ഒന്ന് വരും. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ആശങ്കപ്പെട്ടിരിക്കുന്ന എൻ്റെ വിഷയത്തിലൂടെ എൻ്റെ കർത്താവ് വരും. വരിക മാത്രമല്ല, ആ സ്ഥലത്തെത്തുമ്പോൾ എൻ്റെ കർത്താവ് എന്നെ നോക്കും. അവിടെ മുതൽ കാര്യഗതികളെ കീഴ്മേൽ മറയ്ക്കും. ഒന്നോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ആ വഴിയും ആ സ്ഥലവും കർത്താവ് കണ്ടിട്ടുണ്ട്, ദൈവം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ മുതൽ, ഈ മാസം മുതൽ അവൻ ആ വഴിയിലൂടെ വരും, ആ സ്ഥലത്തെത്തും, നിങ്ങളെ നോക്കും, ജീവിതം മാറും. അതിനായി കാത്തിരിക്കാം. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഓഗസ്റ്റ് മാസത്തിൻ്റെ പ്രാരംഭ ദിവസങ്ങളിൽ തന്നെ പ്രതീക്ഷ ഒളിമങ്ങാത്ത സന്ദേശങ്ങളുമായി ഞങ്ങളെ വിനീതമായി അനുഗ്രഹിക്കുന്ന വാത്സല്യനാഥ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പച്ച, ആരൊക്കെയോ തകർന്നിരിക്കുന്നുണ്ടപ്പ, ആരൊക്കെയോ കാത്തിരിക്കുന്നുണ്ടപ്പ, അങ്ങില്ലാതെ വേറൊരു രക്ഷയുമില്ലെന്ന് പറഞ്ഞിരിക്കുന്നുണ്ടപ്പ, അങ്ങയെ കണ്ടേ മതിയാകൂ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടപ്പ. അവരുടെ വഴിയിലൂടെ ഒന്ന് ചെല്ലണേ, അവരിയ്ക്കുന്നിടത്തൊന്ന് നിൽക്കണേ, അവരെ ഒന്ന് നീട്ടി വിളിക്കണേ, അവരെ ഒന്ന് വിളിച്ചിറക്കണേ. സ്വർഗം അത് ചെയ്യും. അവരുടെ ജീവിതം മാറും. പ്രതീക്ഷകൾ, ഈ ലോകത്തിലെ ശക്തികൾ തല്ലിക്കെടുത്താൻ നോക്കിയാലും, സാഹചര്യങ്ങളും അവസരങ്ങളും കൊച്ചാക്കി കളഞ്ഞാലും എൻ്റെ ദൈവം വിളിച്ചിറക്കി മാനിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ ദൂതേറ്റെടുക്കുന്നവരെ അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.